നമസ്കാരം. ഒരു കലാകാരനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. പക്ഷേ നിസ്വാർത്ഥമായ സേവനത്തിലൂടെ കുട്ടനാടിൻ്റെ ഓരം ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയാണ്, മറ്റാരുമല്ല, ജെയ്സപ്പൻ മത്തായി. ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിസ്വാർത്ഥമായ സേവനത്തിലൂടെ ഏറെ അറിയപ്പെടുന്ന, ഇന്നും സജീവമായി ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് ജെയ്സപ്പൻ മത്തായി. അദ്ദേഹവുമായിട്ട് എനിക്കുള്ള പരിചയം എന്ന് പറയുന്നത് കലാരംഗവുമായിട്ടാണ്. കാരണം നിരവധി സിനിമകളിൽ, സീരിയലുകളിൽ ഒക്കെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നീടാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത്. കുട്ടനാടിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, കുട്ടനാടിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി സേവനങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് ജെയ്സപ്പൻ മത്തായി. അപ്പോൾ ഇന്ന് ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരത്തിൽ അദ്ദേഹത്തെ അതിഥിയായി കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമസ്കാരം. പ്രിയപ്പെട്ട ജെയ്സപ്പൻ മത്തായി എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു കലാകാരനാണോ, സാംസ്കാരിക പ്രവർത്തകനാണോ, രാഷ്ട്രീയക്കാരനോ, ഇതിലെല്ലാം ഇടപെട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങോട്ട് ഒരു ഒറ്റ ചോദ്യം. ഈ കലയും സാംസ്കാരികവും രാഷ്ട്രീയവും സാധാരണ ഏതെങ്കിലും ഒരു രംഗത്ത് എന്താ പറയുന്നത്, ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് പലരും കാഴ്ചവെക്കാറുള്ളത്. പക്ഷെ ഇത് മൂന്നും ഒരേപോലെ സംയോജിപ്പിച്ചുകൊണ്ട് കുട്ടനാട്ടിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതിൻ്റെ രഹസ്യം എന്താണ്? അതിന് ഒറ്റ രഹസ്യമേ ഉള്ളൂ. എന്നെ പോലെ തന്നെ ഈ ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം, ഒരുക്കണം എന്നുള്ള ഒരു തത്വത്തിൻ്റെ ആളാണ് ഞാൻ. ഇത് ഒന്നിലേക്ക് ഒതുങ്ങുന്നില്ലല്ലോ. അവനെപ്പോഴും എല്ലാവരും ഉയർന്നു വരണം, നാട് നന്നാകണം, സ്നേഹം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും എത്തിപ്പെടാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെ എങ്ങനെയോ ഈ എല്ലാ മേഖലകളിലും എത്തിച്ചേർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബഹുമാനപ്പെട്ട മാധു സൂചിപ്പിച്ചു, നമ്മളെല്ലാവരും ഈ ലോകത്ത് എന്ത് ചെയ്യാനാണ്, എന്ത് കൊണ്ടുപോകാനാണ്. അത് ചെയ്യാൻ കഴിയുന്നത് എന്നെപ്പോലെ തന്നെ ഞാൻ മറ്റൊരാളെ കാണുക, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേലും ആരെയും ദ്രോഹിക്കാതിരിക്കുക, അണ്ണാരക്കണ്ണനായാലും കണ്ണനാണേലും തന്നാലാകുന്നത് പോലെ നന്മ ചെയ്യാൻ ശ്രമിക്കുക. സ്വാഭാവികമായിട്ടും എങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായാൽ നമ്മൾ ആദ്യം പോസിറ്റീവ് ആകുന്നത് നമ്മൾ തന്നെയായിരിക്കും. നമ്മളിലേക്കൊരു ചൈതന്യം കടന്നു വരും. അത് ദൈവചൈതന്യം എന്നാണ് അതിൻ്റെ പേരെങ്കിൽ അങ്ങനെ തന്നെ. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാ മനുഷ്യരും, എല്ലാ മതങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. എല്ലാ മതങ്ങളും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന അത് ദൈവം, കാരുണ്യവാനായ ഒരു ദൈവത്തെക്കുറിച്ചാണല്ലോ. അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം അവനവൻ്റെ ഹൃദയത്തിലായിരിക്കും വസിക്കുന്നത്. തീർച്ചയായും ആ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ തീർച്ചയായും ആ ഹൃദയം സത്യവും നീതിയും അനുകമ്പയും കരുണയും നിറഞ്ഞതായിരിക്കണം. ഞാൻ അകത്തെ സിനിമയിൽ അഭിനയിക്കുന്ന 1986 38 വർഷമായി. ഒരു പടത്തിൽ ഒരു കോളേജ് സ്റ്റുഡൻറ്റിൻ്റെ വേഷം. അതിനുശേഷം പല സിനിമയിലും നമ്മുടെ ബഹുമാനപ്പെട്ട വിനീത് സാറ്, ബ്ലസ്, ജോണി ആൻ്റണി, ഭോവൻ സൗമേൽ, അന്തരിച്ച ദീപൻ, പിന്നെ സുരേഷ് തിരുവല്ല, അങ്ങനെയുള്ള ഇപ്പോൾ ഒറ്റക്കൊമ്പൻ സിനിമയുടെ ദീപൻ, പിന്നെ നമ്മുടെ രണ്ടുപേരുടെ സുഹൃത്താണല്ലോ നമ്മുടെ ഉഭയനി. 16 തീയതി ശുക്രൻ റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നല്ലൊരു സിനിമയായിരിക്കും. മധുവുണ്ട്, ഞാനും ഉണ്ട്, മകനുണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ട്. അപ്പം ഞങ്ങൾ വലിയ വേഷമാണോ ചെയ്തെന്നല്ല, അതിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്. കലാകാരന്മാർക്ക് അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ള സ്നേഹമുള്ള ആളുകളുടെയൊക്കെ സ്നേഹം കൊണ്ട് കുറേ സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 4-5 പടം ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ സമൂഹത്തിന് ഉപകരിക്കുന്ന നന്മ ചെയ്ത് പോകാം എന്നാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ജെയ്സപ്പൻ മത്തായി എന്ന് പറയുന്ന കുട്ടനാട്ടുകാരൻ കലാരംഗത്തും തൻ്റേതായ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് എന്ന് നിരവധി ചിത്രങ്ങളിലൂടെയും സീരിയലുകളിലൂടെയൊക്കെ നമുക്ക് പരിചിതമാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും കലാരംഗത്തും സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലും കുട്ടനാടിൻ്റെ എന്താ പറയുന്നത് ഓരം ചേർന്ന് നടക്കുന്ന ജെയ്സപ്പൻ മത്തായിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഒറ്റ ചോദ്യം, ഒരു വലിയ ഉത്തരം.